തൊഴിലുറപ്പിലെ ഏറ്റവും പ്രായം ചെന്ന ഇപ്പോഴും ഓർത്തില്ല, ഇപ്പം പറ്റിയ പണിയാ. നമ്മുടെ ഈ തൊഴിലുറപ്പിലെ ഏറ്റവും പ്രായം കൂടിയ അമ്മയാണ് ശോഭനകുമാരി അമ്മ. അപ്പോൾ ഇന്ന് ഈ റോഡിൻ്റെ ഉദ്ഘാടനം ഇത് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ റോഡ് നിർമ്മാണം നടത്തിയത്. 4,96,200 രൂപ വകയിരുത്തിയാണ് മാന്നുവേലിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക്, അതുപോലെ തന്നെ മൈലം ഗ്രാമപഞ്ചായത്തും പട്ടാഴി ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കഴിഞ്ഞ 2021-22 സാമ്പത്തിക വർഷത്തിൽ 2.5 ലക്ഷം രൂപ മുടക്കി ഇവിടം വരെ ഈ നിൽക്കുന്നിടം വരെ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ പൂർത്തീകരിച്ചത്. വളരെയധികം ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചാണ് ഈ റോഡ് പൂർത്തീകരിച്ചത്. കാരണം ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ ഒരു എതിർപ്പ് ഉണ്ടായി. കാരണം ആദ്യത്തെ ദിവസം ഒരു 75 മീറ്റർ കോൺക്രീറ്റ് കഴിഞ്ഞ് റോഡ് പണി അവിടെ നിന്ന സമയത്താണ് ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു വാഹനം ഇട്ടിരുന്നു. അപ്പോൾ ആ വാഹനത്തിനകത്ത് ഇരുളിൻ്റെ മറവിൽ അതിൻ്റെ ഡീസൽ ടാങ്കിൽ മണ്ണ് വാരിയിടുകയും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാറ്റഴിച്ചു വിടുകയൊക്കെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇത് പൂർത്തീകരിച്ചത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാന്നുവേലിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും അതിന് പ്രധാന നേതൃത്വം വഹിക്കുന്നത് രവിയാശാനാണ്. എല്ലാ കാര്യത്തിലും, കാരണം ഈ റോഡിന് വെള്ളമൊഴിക്കാനായാലും ഇവർക്ക് ചായ ഇട്ട് കൊടുക്കാനായാലും എല്ലാ കാര്യത്തിലും രവിയാശാൻ്റെ നേതൃത്വത്തിൽ മാന്നുവേലി ഭഗവതി ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥ. കാരണം ആദ്യത്തെ ദിവസം ഈ പൂർത്തീകരണം നടന്ന് ഇങ്ങനൊരു വലിയ വിഷയം നടന്ന സമയത്ത് രണ്ടാമത്തെ ദിവസം രാവിലെ പണിക്കാരൊക്കെ വന്നപ്പം റോഡ് പണി നടത്താൻ പറ്റുന്നില്ല. കാരണം ഇത് കൊണ്ടുവരുന്ന വാഹനത്തിനകത്തായതുകൊണ്ട് വാഹനം എങ്ങും കിട്ടാനില്ല. അങ്ങനെ വളരെ ദൂരം തന്നെ വാഹനം ഇവിടെ രാവിലെ തന്നെ എത്തിക്കുകയും ബാക്കി നിർമ്മാണ പ്രവൃത്തികൾ തൊഴിലുറപ്പിലെ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത് പൂർത്തീകരിച്ചത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്നത് പട്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സജീവ് കല്ലൂര്, അതുപോലെ തന്നെ ഈ വാർഡിൻ്റെ മുൻ മെമ്പറും പട്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റുമായ KV തോമസ് സാറ്, ഈ വാർഡിൻ്റെ മുൻ മെമ്പർ ശ്രീ നെടുന്തര രവീന്ദ്രൻ അവറുകൾ ഒക്കെ ഇവിടെ ഉണ്ട്. കാരണം എനിക്ക് മുമ്പ് ഇവിടെ ഈ വാർഡിനെ നയിച്ചവരാണ്. അപ്പോൾ അവരെയും കൂടെ ഈ ഒരു ചടങ്ങിൽ കൂട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അന്നേരം തന്നെ ഈ ഒരു ഉദ്ഘാടനം ആഗ്രഹിച്ചപ്പോൾ തന്നെ അവരെ എല്ലാവരെയും കൂട്ടി. പിന്നെ ഉദ്ഘാടകനെ ഞാൻ എന്തായാലും തീരുമാനിച്ചില്ല. ഞാൻ പറഞ്ഞത് ഞാനാണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. പക്ഷേ ഞാനല്ല ഈ ഒരു ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ തൊഴിലുറപ്പിലെ ഏറ്റവും പ്രായമൂത്ത അമ്മയാണ്. അമ്മയോടൊപ്പം തന്നെ ഇവിടുത്തെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ഈ മാന്നുവേലിൽ ഭഗവതി ക്ഷേത്രം ഇന്ന് നിലനിൽക്കുന്നത് രവിയാശാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കാരണമാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവമായാലും മറ്റുള്ള കാര്യങ്ങളും 2 ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ആ ഉത്സവത്തിന് മുന്നോടിയായിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ തൊഴിലുറപ്പിലെയും അതുപോലെ തന്നെ തൊഴിലുറപ്പിലെ ഉദ്യോഗസ്ഥ ഓഫീസർമാരോടൊക്കെ പറഞ്ഞു എത്രയും വേഗം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞു. അവരെല്ലാവരും എന്നോടൊപ്പം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു 6-7 ദിവസമായി. ഇപ്പോൾ ഇനിയിപ്പം വാഹനങ്ങൾ കയറുന്നതിന് കുഴപ്പമില്ല. നാളെയും മറ്റന്നാൾ ഇവിടുത്തെ ഉത്സവങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് മുമ്പ് തന്നെ, ഉത്സവത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് നിറവേറ്റാൻ സാധിച്ചതിൽ പ്രത്യേകിച്ച് മാന്നുവേൽ ഭഗവതിയുടെ ഒരു അനുഗ്രഹം തന്നെ ഇതിനകത്തുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ചതി പ്രവൃത്തികൾ ചെയ്തവർ അതെന്ത് കാര്യമായാലും അവർ അതിനനുഭവിക്കാതെ പോകത്തില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ഫുട്ടേജ് ഉൾപ്പെടെയുള്ളത് എടുത്ത് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കുന്നിക്കോട് SHO എന്നെ വിളിക്കുകയുണ്ടായി. അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു കർമ്മം, ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനം ഈ നാട മുറിക്കുന്നതിന് ഞാൻ ഇവരെ 2 പേരെയും, നമ്മുടെ ശോഭന അമ്മയും അതുപോലെ തന്നെ രവിയാശാനെയും ഒരുമിച്ച് ഞാൻ 2 പേരെയും ക്ഷണിക്കുകയാണ്. അവർ 2 പേരും കൂടെ ചേർന്ന് ഇന്ന് ഈ ഒരു മഹനീയ കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ 2 പേരും പ്രത്യേകമായിട്ട് വരും. അമ്മേ വാ വാ വാ. തൊഴിലുറപ്പിലെ ഏറ്റവും പ്രായം ചെന്ന ഈ മാനുവേലിനമ്മയ്ക്ക് വേണ്ടി ഈ റോഡ് പണിഞ്ഞ ഞങ്ങളുടെ മെമ്പർക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ജീവിതത്തിൽ ആഗ്രഹിച്ചോ അല്ല ഇങ്ങനെ ഉദ്ഘാടനമൊക്കെ ചെയ്യുമോ? അനേകം വർഷം കൊണ്ട് ഒരു 39 കൊല്ലം കൊണ്ട് എനിക്കറിയാവുന്ന ഈ റോഡ്, ഇതിൽ മനുഷ്യന് നടക്കാൻ പോലും പറ്റാത്തൊരു രീതിയായിരുന്നു. മാന്നേരി വരുന്ന ആ ഉത്സവത്തിനൊക്കെ ജനങ്ങൾ വരുന്ന ഒരുപാട് ത്യാഗം അനുഭവിച്ചായിരുന്നു. ഈ റോഡ് പണിഞ്ഞെന്ന
12ാം വാർഡ് മെമ്പർക്ക് അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത്. തീർച്ചയായിട്ടും ഇതിന് മുന്നിട്ട് നിന്ന മെമ്പർ, പ്രത്യേകിച്ച് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് 1-2 ദിവസം മാത്രമാണ് ഉത്സവത്തിനുള്ളത്. അപ്പോൾ ഈ വർക്കിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ട് എനിക്ക് തോന്നുന്നുണ്ട് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഒരിക്കൽ പോലും നമുക്ക് അത്തരത്തിലൊരു വർക്ക് ഒരിടത്തും പൂർത്തീകരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ഇതിൻ്റെ നടപടികളൊക്കെ ആയി വരുമ്പോഴത്തേന് ഒരുപക്ഷെ മാസങ്ങളും വർഷങ്ങളും എടുക്കും. അത് മാത്രമല്ല, നമ്മുടെ ഈ പഞ്ചായത്തിലെ പല തൊഴിലുറപ്പ് വർക്കുകളും ടെൻഡർ എടുത്തിട്ട് പോലും ചെയ്യാത്ത അവസ്ഥയുമാണുള്ളത്. എന്നാൽ ഈ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് മെമ്പർ അതിൻ്റെ പിന്നിലെടുത്തിട്ടുള്ള പ്രവർത്തനം വളരെ വലുതാണ്. കാരണം ഈ ഉത്സവം തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനു മുമ്പ് ഇത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടിയിട്ട് വളരെയധികം ആത്മാർത്ഥമായിട്ട് മെമ്പർ പ്രവർത്തിച്ചു. അപ്പം നമുക്കതിൻ്റെ NRGSൻ്റെ മുഴുവൻ ഉദ്യോഗസ്ഥരും അതിൻ്റെ പിന്നിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഇതിന് സാധനം സപ്ലൈ ചെയ്ത കോൺട്രാക്ടർ ഉൾപ്പെടെ എല്ലാവരുടെയും കൂട്ടായൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. ഒരുപക്ഷേ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തു എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷകരമായൊരു മുഹൂർത്തമാണ്. കാരണം ഇത്തരത്തിലൊരു ഉത്സവം പരിപാടിയൊക്കെ ഈ അമ്പലത്തിൽ നടക്കുന്ന സമയത്ത് ഇതുപോലെ പൂർത്തീകരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ മുന്നിൽ ഞാനും ഇവിടുത്തെ മെമ്പറായിരുന്നുവല്ലോ. ഈ ഭാഗത്തൊക്കെ മുൻപ് വരിക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഞങ്ങൾ അങ്ങനെ പോയതേ ഉള്ളൂ. വല്ലപ്പോഴും ഒന്ന് വന്നാൽ വരേണ്ട കാര്യം തന്നെ അപൂർവമാണല്ലോ. എന്നാൽ ഇന്ന് ആ സ്ഥിതിക്ക് വലിയ മാറ്റം വന്നിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ഉത്സവം മറ്റന്നാൾ ആരംഭിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് റോഡിൻ്റെ പണി വേഗത്തിൽ പൂർത്തീകരിച്ചു. അതിനുവേണ്ടി പരിശ്രമിച്ച മെമ്പറെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. കാരണം ഈ ഫെബ്രുവരി മാർച്ച് മാസം പിന്നെ പരീക്ഷയ്ക്ക് കുട്ടികൾ ഇരിക്കുന്ന പോലെ നെഞ്ചെടുപ്പിൻ്റെ മാസങ്ങളായി പഞ്ചായത്ത് മെമ്പർമാർക്കും ജോലി തീരണം. അതെങ്ങനെ തീർക്കാൻ പറ്റും, അതെങ്ങനെ അത് പൂർത്തീകരിക്കാൻ പറ്റും, ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ മുൻപിൽ ഈ ടെൻഷനൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ വേഗത്തിൽ ഇത്ര മനോഹരമായിട്ടുള്ള റോഡ് ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ നമ്മുടെ ഈ ക്ഷേത്രം വാസ്തവത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടാൻ ഇനി പോവുക. ആളുകൾക്കൊക്കെ വരാനും പോകാനുമുള്ള സൗകര്യമുണ്ട്. നല്ലൊരു പ്രദേശം. ഇവിടെ വന്നപ്പോൾ തന്നെ തോന്നി ഒരു പ്രത്യേക ഐശ്വര്യം, ദേവിയുടെ പ്രസാദമാണെന്ന് പറയാം അല്ലേ, ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ട് ഈ റോഡ് മാറുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട മെമ്പർ ഞാൻ ഓർക്കുകയായിരുന്നു. എത്രയോ കൊല്ലം കൊണ്ടിപ്പോൾ 5 കൊല്ലമാകാൻ പോവുകയല്ലേ. ഒരുപാട് പദ്ധതികൾ ഈ നാട്ടിൽ കൊണ്ടുവരാനും ഈ പ്രദേശത്ത് നടപ്പാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നതിന് ഒരു വഴിയുടെ അത്യാവശ്യം വളരെ ഏറെ നാളുകൊണ്ട് ഇവിടെ നമുക്ക് ആവശ്യമായിരുന്നു. നമുക്ക് മുമ്പ് ഒട്ടനവധി മെമ്പർമാരിവിടെ ഉണ്ടായി. പക്ഷേ ഈ മാനുവേലി പ്രദേശത്തേക്ക് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി അകവഴിഞ്ഞ് സഹായിക്കുകയും അതിന് റോഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്ത നമ്മുടെ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട രവിസ്വാമി, പിന്നെ എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി കല്ലറവറുകൾ, തൊഴിലുറപ്പിൻ്റെ അക്രഡിറ്റ് എഞ്ചിനീയർമാർ, ഓഫീസർമാർ എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ റോഡ് ഞാൻ മെമ്പറായിട്ടിരുന്നപ്പോൾ ഈ റോഡിന് തുടർച്ചയായിട്ട് നമ്മൾ ആദ്യമായിട്ട് കുറേ ഫണ്ടുകൾ വെച്ചാണ് ഇങ്ങോട്ട് തുടക്കം വെച്ചത്. അതിനുശേഷമാണ് 2 ഘട്ടമായിട്ടാണ് ഇപ്പോൾ 3ാമത്തെ ഘട്ടത്താണ് ജെയിൻ ജോയ് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വളരെ വെളിച്ചമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വന്തം പൈസ മുടക്കിയാണ് അവിടെ സോളാറിൻ്റെ ലൈറ്റ് സ്ഥാപിച്ചത്. അതുപോലെ അവിടെ അന്നദാനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന് എല്ലാം മെമ്പറാണ് അതിൻ്റെ അന്നദാന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായി സഹകരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ വാർഡിലെ ഈ റോഡൊന്നല്ല, ഈ വാർഡിലെ ഏകദേശം 3/4 റോഡുകളും ഒട്ടുമിക്ക റോഡുകളും സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. ടാറിങ് ആയാലും കോൺക്രീറ്റ് ആയാലും ചെയ്ത് വികസനമായിട്ടുണ്ട്. സമഗ്ര വികസനം എന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അംഗനവാടികളായാലും എല്ലാം കൊണ്ട് നല്ലൊരു വികസന കാഴ്ചപ്പാട് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സാധനങ്ങൾ സപ്ലൈ ചെയ്തത് നമ്മുടെ വിക്രമണ്ണനും അതുപോലെ തന്നെ ഫൈസലണ്ണനും കൂടെ ചേർന്നാണ്. കാരണം തൊഴിലുറപ്പിൻ്റെ വർക്കുകളൊക്കെ പൊതുവെ എടുക്കാൻ കോൺട്രാക്ടർമാർ ഈവൻ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 1 വർഷമൊക്കെ എടുക്കും. 6 മാസം 1 വർഷമൊക്കെ കഴിയും ഫണ്ട് അവരുടെ മെറ്റീരിയൽ സപ്ലൈ കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത്
ഞങ്ങളോടൊപ്പം നിന്ന വിക്രമണ്ണനാണ്. അദ്ദേഹത്തെ എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള ഒരു സ്നേഹാദരവ് കൊടുക്കുക. കാരണം ഈ കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ കുറേ നാളെടുക്കും പണി ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ 1 മാസം പോലും ആയില്ല. എനിക്ക് തോന്നുന്നു 2 ആഴ്ചക്കുള്ളിലാണ് ഇത് എഗ്രിമെൻ്റ് വെച്ച് ഈ പണി ചെയ്തു തന്നത്. അത് എത്ര നന്ദി പറഞ്ഞാലും, കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഏത് കോൺട്രാക്ടർമാരെടുത്താലും ഇതിന് സാധനങ്ങൾ കൃത്യമായി സപ്ലൈ ചെയ്ത് തരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളെ കൂടെ നിർത്തത്തില്ല. അവർ കുറേ ഇങ്ങനെ ഇഴപ്പിക്കും. ആ ഒരു കാര്യത്തിൽ വിക്രമണ്ണൻ വളരെ ആത്മാർത്ഥപൂർവ്വമായിട്ടുള്ളൊരു സമീപനമാണ് എന്നോടും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് ഈ ക്ഷേത്രത്തോടും ചേർന്ന് ചെയ്തു തന്നത്. വിക്രമണ്ണൻ എൻ്റെ പ്രത്യേകമായൊരു സ്നേഹാദരവ് കൊടുക്കുക. മെറ്റീരിയൽ സപ്ലൈ ചെയ്ത കോൺട്രാക്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ നാടിൻ്റെ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. നാളെ മറ്റന്നാളുമായിട്ട് മാന്നുവേലി ഭഗവതി ദേവീക്ഷേത്രത്തിൻ്റെ ഉത്സവം നടന്നു വരികയാണ്. തീർച്ചയായിട്ടും വളരെ വർഷങ്ങളായിട്ട് വലിയ വികസന പ്രവർത്തനങ്ങളിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമിതിയും ഈ പ്രദേശത്ത് വികസനം വരുന്നുള്ള നാട്ടുകാരുമാണ് നമുക്കുള്ളത്. അപ്പോൾ അവർ അത്തരത്തിലേക്ക് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടെല്ലാം എനിക്കൊന്ന് അന്നദാനവും പൊങ്കാല അങ്ങനെ വിവിധ പരിപാടികളൊക്കെ നടത്തി വലിയ രീതിയിലേക്ക് ആ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉള്ളൊരു പ്രശ്നം, നമ്മളെല്ലാ വർഷവും അന്നദാനത്തിനൊക്കെ വരുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മുടെ ഈ നാടിൻ്റെ റോഡിൻ്റെ ഒരു വിഷയമായിരുന്നു. അത് എൻ്റെ അടുത്ത് തന്നെ വ്യക്തിപരമായിട്ട് ജെയിൻ ജോയ് മെമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് ഇവിടുള്ള ഒരു വീട്ടിലെ ഒരു അമ്മാവൻ ഇതേപോൾക്ക് ഈ റോഡും ഞങ്ങൾക്ക് റെഡിയാക്കി തരണം എന്ന നിലയിലേക്ക് ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അല്ലാതെ സ്വാഭാവികമായിട്ട് സംസാരിച്ച ഒരു കാര്യമാണ്. പക്ഷേ മെമ്പർ അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഞാനിത് ഇറങ്ങുന്നതിന് മുന്നേ ആ റോഡ് റെഡിയാക്കി തരും എന്നുള്ളൊരു വാക്ക് അന്ന് പറഞ്ഞിട്ട് ആ വാക്ക് മറക്കാതെ കൃത്യമായിട്ട് ഏകദേശം 4.5 വർഷം കഴിയുമ്പോൾ ആ ഉത്സവത്തിന് മുന്നോടിയായിട്ട് തന്നെ ആ ഒരു റോഡ് വളരെ നല്ല രീതിയിലേക്ക് പണിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മെമ്പറിൻ്റെ ഉത്തരവാദിത്തം അത്തരത്തിലേക്ക് തൻ്റെ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാ വാഗ്ദാനങ്ങളും കൃത്യമായി നടത്തി കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് വലിയ ആഗ്രഹത്തോടെ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വാർഡ് മെമ്പറാണ്. തീർച്ചയായിട്ടും ബഹുമാന്യരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ധന്യമായ മുഹൂർത്തത്തിൽ നമ്മളിവിടെ നിൽക്കുന്നത്. നാട്ടുകാരുടെ ഈ സന്തോഷം കാണുമ്പോൾ വളരെ നാളുകളായിട്ട് അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കർമ്മത്തിൽ ഒരു റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്കും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ റോഡ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയേറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. മെമ്പർ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 ദിവസമായിട്ട് ചെയ്യുന്ന ഒരു റോഡിൻ്റെ പ്രവൃത്തിയിൽ 1ാമത്തെ ദിവസം ചെയ്ത് പകുതിയാക്കി നമ്മൾ പോയി. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ഒരു സാഹചര്യം വളരെ പ്രതിസന്ധി ഉണ്ടാക്കി. പക്ഷേ ആ സാഹചര്യത്തെയും ആ പ്രതിസന്ധിയെയും മറികടന്നുകൊണ്ട് നമുക്ക് നമ്മുടെ മെമ്പർ നമ്മുടെ കൂടെ നിന്നു, നമ്മുടെ തൊഴിലുറപ്പിലെ തൊഴിലാളികൾ നമ്മുടെ കൂടെ നിന്നു, ഈ നാട്ടുകാർ നമ്മുടെ കൂടെ നിന്നു. അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ റോഡിൻ്റെ നിർമ്മാണം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ വളരെയേറെ അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തുകയാണ്.